ഇതാടാ, നീ എന്താ തല്ല് കേസ് ഉണ്ടാക്കി ഇവിടെ നിന്ന് കിടപ്പണമെന്ന് പറഞ്ഞു? അതെ സാറേ, എന്നെ തല്ലിയതാ. ആര്? അറിയില്ല, അവര് കുറെ പേരുണ്ടായിരുന്നു. ആളുമാറി തല്ലിയാന്ന് തോന്നണേ. അവരെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല സാറേ. ഒരു കാര്യം ചെയ്, ഒരു പരാതി എഴുതി ഇവിടെ കൊടുക്ക, ഞങ്ങളത് അന്വേഷിക്കാം. എന്റെ പൊന്നു സാറേ, എനിക്കൊരു പരാതിയില്ല. ഇനി ഇതിന്റെ പുറകെ കിടക്കാൻ എനിക്ക് വയ്യ. അപ്പൊ നിനക്ക് പരാതിയൊന്നും ഇല്ലല്ലേ? ഇല്ല. ഇല്ലെങ്കിൽ നിനക്കുള്ള. അപ്പൊ പിന്നെ പോലീസിന് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യങ്ങൾ നടക്കട്ടെ. പാടൂ. ചെറുക്കം പേടിച്ചു പോയി സാറേ. എന്തിനാ പരാതി ഇല്ലെന്ന് പറഞ്ഞേ? എനിക്കുള്ള പരാതി ഞാൻ ദൈവത്തിനോട് തൊള്ളടാ. അയ്യോ അതല്ല, ഇവിടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്രൂട്ട് കിട്ടും. അതൊക്കെ വലിയ ഇഷ്ട. ഈ കൈക്കും കാലിലൊക്കെ എന്താ പറ്റി? ഒന്നും പറയണ്ട എന്റെ ചങ്ങാതി. ഞാനേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ തല ചുറ്റിപ്പോ ഒരു മരക്കമ്പ് കയറി പിടിച്ചു. ദേ മരക്കമ്പ് ഞാനും കൂടി ഒടിഞ്ഞ് താഴ്ത്തിക്കാ വീണു. ഒരു കൊമ്പടിഞ്ഞ് അങ്ങനെയൊക്കെ പറ്റുമോ? അതൊരു പാർട്ടിയുടെ കൊടിയായിരുന്നു. അവരുടെ കൊടി ഒടിച്ചു എന്നിട്ട് അവര് പാർട്ടിക്കാരെ എന്നെ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറി. വയറോടിക്കണവൻ എന്റെ കാലൊടിച്ചു, പപ്പടപട പൊടിക്കണവൻ എന്റെ കയ്യാ പൊടിച്ചു. പിന്നെ എന്താ സന്തോഷിച്ചാൽ അതിന്റെ പേരിൽ നിന്ന് എന്റെ നാട്ടിൽ ഹർത്താല. അതിന് കൂടാൻ പറ്റില്ലോ എന്നുള്ള വിഷമം. ഭാഗ്യം രക്തസാക്ഷിയാക്കിയില്ലല്ലോ. ഭയങ്കര കഷ്ടായി ഇപ്പൊ നിങ്ങളെ കാര്യം. ഇപ്പൊ ശരിയാണ്, 5-8 മാസം എടുക്കൂല്ലേ? ഒരു ഓറഞ്ച് തരുമോ? ഇതിനു വേണ്ടിട്ട് നീ എന്റെ സെന്റി കഥയൊക്കെ കേട്ടിരുന്നേ? അല്ല, ഹോസ്പിറ്റൽ സീനാകുമ്പോ ഓറഞ്ച് മസ്റ്റ് ആണല്ലോ. അത് മുഴുവൻ കൊണ്ടേ തിന്നണോ? വേണ്ടേ? ഓക്കെ. ഈ വന്നിട്ട് കൂട്ടുകാരനാ? നിനക്ക് അങ്ങനെ തന്നെ വേണം. അളിയ എന്ത് ചെയ്യാൻ അളിയ? ഒക്കെ എണ്ണം കെട്ട സ്വഭാവമായി പോയി. നിങ്ങൾ ഇപ്രാവശ്യം കൂടി ക്ഷമിക്ക്. പ്ലീസ് അളിയ. ശരി, ഞാൻ വിളിക്കാം. ഇന്നെന്താടാ കാരണം? ഒന്നും പറഞ്ഞ പെങ്ങളിന്ന് രാവിലെ പുൾസേ ഉണ്ടാക്കിയപ്പോൾ നടുക്കത്ത് ഉണ്ണി പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് എന്നത്തെ പ്രശ്നം. ഒരു പ്രത്യേക സ്വഭാവ. മനുഷ്യന്മാരോട് മാത്രമല്ല, മൃഗങ്ങളോട് ഇങ്ങനെ തന്നെയാ. മൃഗങ്ങളോട്? പേടക്കോഴി മുട്ടടാത്തതിന് പൂവൻകോഴിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക, അണ്ണാനെ മരത്തിന്റെ മുകളിൽ എറിഞ്ഞു വീഴ്ത്തി ചുട്ടു തിന്നുക, തേനീച്ചക്കൂട്ട് മുന്നിൽ തേൻ വിൽക്കപ്പെടുന്ന ബോർഡ് വെച്ചിട്ട് തേനീച്ചകളെ മാനസികമായി പീഡിപ്പിക്കുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയാൾക്കെന്താ ഭ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, ഭ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. അളിയന്റെ മരണത്തോടു കൂടി ഇത് മാറുന്ന ഡോക്ടർമാർ പറയുന്നത്. എങ്ങനെയുണ്ട് ശ്രീകുട്ട? വേദനയുണ്ടോ? കുറച്ച്. എക്സ്റേ നോക്കട്ടെ. ഇതൊക്കെ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? കളർ ആയിക്കൂടെ? ബെറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയ നടന്നൊക്കെ തുടങ്ങാം. ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. ഓക്കെ ശരി. എടാ, മുമ്പ് കഫേ മനാറെ പോയിട്ട് നല്ല കുഴിമന്തി കഴിച്ചാലോ? ഇപ്പഴാ? ഒരു നടത്തുപോയി. തൽക്കാലം ഇവിടെ നടക്കാം. അപ്പം കുഴിമന്തി നടക്കൂല.